ഹലോ മുത്തുമണികളെ, രാവിലെ എണീറ്റ് എന്താണെന്നറിയാമോ? ചായ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടല്ലേ പോവേണ്ട. മറ്റത് രാവിലെ അദ്ദേഹത്തിനെ കൊണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിനെ മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. ഇന്ന് എനിക്ക് എൻ്റെ പൊടിമോൻ്റെ ഫുഡ്, അതുപോലെ പൊടിമോൻ്റെ ഡ്രസ്സുകൾ, അവൻ്റെ കളിപ്പാട്ടം, അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ചെറിയൊരു കടയാണടാ. അവർ അവിടെ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ. ചെറിയ ഒരു കട, എൻ്റെ കട പോലെയല്ല. എൻ്റെ കട എന്ന് പറയുന്നത് സമചതുരം പോലെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ബാക്കിലോട്ടൊരു റൂമുണ്ട്. ആ റൂമിലാണ് ഇവരുടെ ഹസ്ബൻഡ് വീൽ ചെയറിലാണ് കേട്ടോ. ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അദ്ദേഹം ആ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മളിരിക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മോൻ ഇരിക്കോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഷിംജിത അറസ്റ്റ് ചെയ്തു. ശരിക്ക് അറസ്റ്റൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന രംഗമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നി കേട്ടാ. എന്നാലും അത് വേണം. അത് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊരു അവയർനെസ് ആയിക്കോട്ടെ. അതുകൊണ്ട് അത് ആ കാര്യം ചെയ്തത് നന്നായി എന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിഷമം പോലെ, ആ കൊച്ചു പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനൊരു പ്രശ്നം അത് നേരിടേണ്ടി വരും എന്നുള്ളത്. അപ്പം ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ വേണ്ടിയിട്ട് തോന്നാത്തതുകൊണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ദീപക്ക് ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഒരുപാട് പേര് ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയും അതിൻ്റെ ശരിയെയും തെറ്റിനെയും ഒക്കെ കുറിച്ച് അളക്കുകയും അത് താരതമ്യം ചെയ്യുകയും അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഒരു കോൺസിക്വൻസസ് ഒക്കെ ഇതിനുണ്ട്, ഈ ഒരു വിഷത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയും അവസാനം 14 ദിവസത്തെ റിമാൻഡ് ഷിംജിതയ്ക്ക് കൊടുത്തതോടുകൂടി നമ്മുടെ നിയമം വളരെ ശക്തമാണ് എന്ന് തന്നെ കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇത് പോയി. ഇനി ആ ആത്മാവിന് ശാന്തിയും കൂടി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടുന്ന നിയമ നടപടികളുമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത്. ആ കുടുംബത്തിന് ഭയങ്കരമായ മെൻ്റൽ സപ്പോർട്ടും അവർക്ക് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും സാമ്പത്തികവും ഒക്കെ കൊടുത്തുകൊണ്ട് കുറേയധികം ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് വലിയ നല്ല കാര്യമാണ്, സന്തോഷം. പക്ഷേ ഇനിയും ഒരുപാട്, ഇത് ഒരു വിഷയം മാത്രമാണ്. ഈ ഒരു ബസ്സിലെ പിടുത്തവും ഈ സോഷ്യൽ മീഡിയ വഴി പബ്ലിക്കാക്കലും. സോഷ്യൽ മീഡിയ വഴി പബ്ലിക്കാക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില മഹതികളെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ ആളുകളുടെ കുടുംബത്തിലേക്ക് ഇരച്ചു കയറുക, അവരുടെ സൗഹൃദ ബന്ധത്തിലേക്ക് ഇരച്ചു കയറുക, അവരുടെ സൗഹൃദ ബന്ധങ്ങളിലെ കുടുംബങ്ങൾ തകർക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് മഹതികൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടടാ. ഇതുപോലെ മുമ്പ് ഒരിക്കൽ എൻ്റെ സുഹൃത്തായ അന്ന് ആ ആൾ എൻ്റെ സുഹൃത്ത് എന്നൊന്നും പറയാനായിട്ടില്ല കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ചെറിയ ചില കമൻറ്റുകൾ മാത്രം ഇടുന്ന ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നത് ദീപക്കിൻ്റെ അതേ മുഖച്ഛായയുള്ള ഒരു മനുഷ്യൻ. എനിക്കിന്നലെ ദീപക്കിനെ കണ്ടപ്പോൾ എനിക്ക് അയാളെയാണ് ഓർമ്മ വന്നത്. ഒരു പക്ഷേ അയാളുടെയൊക്കെ മെൻ്റൽ പവർ കൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്ന മിസ്റ്റർ റനീസ് യൂസഫ് ആൻഡ് സ്നേഹതീരം ഷിയാസ്. പിന്നെ കർമ്മ എന്നൊരു സംഭവമുണ്ട്, കർമ്മ. അതുപോലെ മുമ്പൊരു അമ്മാവൻ, ഒരു കിളവൻ, അയാളെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല, ഒരു തീരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു.
ആ വീട്ടിൽ വെച്ച് ഇറങ്ങടാ 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 എന്ന് പറഞ്ഞു കണ്ട് അയാളെ അപമാനിച്ച് ഇറക്കി വിടുന്ന ഒരു സംഭവം ഈ സോഷ്യൽ മീഡിയ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അയാളുടെ വീട്ടിൽ തന്നെ, അയാളുടെ ഭാര്യയുടെ വീട്ടിൽ തന്നെ ചെന്ന് വെച്ചുണ്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു കഴുത ജന്തുവുണ്ട്. അതുപോലെ തന്നെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല സുഹാന സുബൈർ എന്ന് പറയുന്ന പുള്ളിക്കാരി എവിടെ ഉള്ളതാണെന്നൊന്നും എനിക്കറിഞ്ഞോളൂ. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ടു എന്നുള്ള ഒരു ഒറ്റ തെറ്റാണ് ആ കൊച്ച് ചെയ്തിട്ടുള്ളത്. അത് ശരിക്ക് അതൊരു വിഡോ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ വളരെ കഷ്ടപ്പെട്ടിട്ട് വളർത്തുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി കേട്ടത് ഇവരെന്താണ് കേട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സുഹാന സുബൈർ എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു ഞരമ്പ് പെണ്ണുണ്ട്, ഒരു അല്ലലവലാതി മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം കൊണ്ട് ജീവിക്കുന്ന ഒരല്ലലവലാതി പെണ്ണിനെ ഞാൻ വിമർശിച്ചപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് എന്തോ ഒരു 2-3 കമൻ്റ് ഇട്ട് എന്നുള്ളതാണ് ആ കൊച്ചി ചെയ്ത തെറ്റ്. അതിനാ കുട്ടി സമൂഹത്തിൽ കേട്ടത് എന്ന് പറയുന്നത് ഈ അല്ലലവലാതി കൊച്ചിൻ്റെ തന്തയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ അല്ലലവലാതി പാവപ്പെട്ട ഉമ്മയുടെ 3ാമത്തെ ഭർത്താവിൻ്റെ കാമുകി എന്നാണ് ആ കുട്ടി അറിയപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഭർത്താവ് മരണപ്പെട്ട് മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ പൊതുസമൂഹത്തിൽ പൊതു മീഡിയയിൽ ഒരുത്തി പ്രസൻറ്റ് ചെയ്ത രീതിയാണ്. ആ കൊച്ചൊക്കെ മെൻ്റൽ പവർ ഉള്ളത് കൊണ്ട് അതൊന്നും ആത്മഹത്യ ചെയ്തില്ല. ആത്മഹത്യ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ കൊച്ച് കേട്ട ആ ഒരു പേരുദോഷം അത് നിസ്സാരമായിട്ട് നെവറായിട്ട് അങ്ങ് പോയി. അതുപോലെ തന്നെ സ്നേഹതീരം ഷിയാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന വളരെ മാന്യനായ, അയാളുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഇയാളുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന, അത്യാവശ്യം സ്വന്തമായി കൈത്തൊഴിലൊക്കെ കൈവശമുള്ള ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഇയാളുടെ ഭാര്യ എന്ന് പറയുന്നത്. ഇയാളെന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നു വളരെ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു മാന്യനായ ഒരാൾ. ഇയാൾ ചെയ്തു പോയൊരു തെറ്റ് എന്ന് പറയുന്നത് എന്നെപ്പോലൊരു ചവറ പെണ്ണിൻ്റെ സുഹൃത്തായി പോയി എന്നുള്ളതാണ് അയാൾ ചെയ്തു പോയ തെറ്റ്. ഇത് മന്ദബുദ്ധിയായ ഞാൻ എന്ത് ചെയ്ത് പബ്ലിക്കാക്കുകയും കൂടി ചെയ്തു. ഇതുകൊണ്ട് പിന്നീട് അങ്ങേര് നേരിടേണ്ടി വന്നതൊക്കെ വളരെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൂയിസൈഡ് ചെയ്തു പോകുന്ന തരത്തിലുള്ള പേരുദോഷമാണ് അയാൾ കേട്ടിട്ടുള്ളത്. അയാളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നു, ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്നാണ് അയാൾ അറിയപ്പെട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സഹോദരനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ. എൻ്റെ ഭർത്താവ് വളരെ ജീവിക്കുമോ മരിക്കുമോ എന്ന് പോലും അറിയാത്തൊരു ഘട്ടം കടന്ന് സ്വന്തം സ്വബോധമൊക്കെ നഷ്ടപ്പെട്ട് ബോധമൊക്കെ തിരിച്ചു പിടിച്ച് വന്ന ഒരു മനുഷ്യൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കുഴഞ്ഞ് വീണ് കിടക്കേ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഭാര്യയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ കിട്ടിയ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അയാൾ എന്നാണ് ഇവറ്റകൾ പറഞ്ഞു പരത്തിയത്. ഇത് പറഞ്ഞു പരത്തിയ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഒരു മഹത്തായ വനിതയാണ്. ഈ കേന്ദ്ര ബിന്ദു അതൊക്കെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തോ ആകട്ടെ, അത് പബ്ലിക് മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട മഹതി എന്ന് പറയുന്നത് മഹത്തായ ഒരു വനിതയാണ്. അപ്പോൾ ഈ മഹതി എന്നോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്താണ് അത് ചെയ്തത് എങ്കിലും നിരപരാധിയായ ആ മനുഷ്യൻ്റെ കുടുംബജീവിതം തകരുന്ന തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റി ഈ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊന്നും ആത്മഹത്യ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവരെയൊന്നും പറയാതെ പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിൽ ബഹുമിടുക്കത്തരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
ഒരിടത്ത് പോലും മോശമായ ഒരു കമൻ്റ് ഇട്ടിട്ടില്ല. യാതൊരു തരത്തിലും ഒരു രീതിയിലും മോശമായ ഒരു കമൻറ്റ് പോലും ഇട്ടിട്ടില്ലാത്ത റനീസ് യൂസഫ്. ആഹാ, ആ പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത ഒരു പാരഗ്രാഫ് കമൻറ്റുകൾ കൊണ്ടുവന്ന് ഇടുമെന്നുള്ളതാണ്. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഉണ്ട് ഈ അലവലാതി പെണ്ണിൻ്റെ വീഡിയോയിൽ ഇവൻ സ്ത്രീ ലംബടനാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അയാളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഗൾഫിൽ എനിക്ക് തോന്നുന്നു UAE എങ്ങാണ്ടാണ് അയാൾ വർക്ക് ചെയ്തിരുന്നത്. അയാളൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ്. അയാളുടെ ഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാൾ ഏതോ ഒരു കമ്പനിയുടെ ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ഇത് മാത്രമല്ല, നമ്മൾ മീഡിയകൾ വഴി മീഡിയയിൽ വളരെ പ്രശസ്തിയുള്ള ആളുകളെയൊക്കെ നന്നായി അറിയാവുന്ന അവരുമായിട്ടൊക്കെ സൗഹൃദ ബന്ധത്തിലുള്ള ഒരു പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ നിരവധി സുഹൃത്തുക്കളുള്ള ഒരു പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഇവൻ സ്ത്രീ ലംബടൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഈ കാർത്തിക്കിൻ്റെ മുഖച്ഛായയും റനീസിൻ്റെ മുഖച്ഛായയും തമ്മിൽ നല്ല സാമ്യമുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ശരിക്കും റനീസും ഒക്കെ ഇതുപോലത്തെ ഒരു അവസ്ഥ കടന്നു വന്നതാണല്ലോ, ഇവരുടെയൊക്കെ മെൻ്റൽ പവർ ഭയങ്കര ആയതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ചെറിയൊരു നിസ്സാര കാര്യമാണ് അതിനെ അയാൾക്ക് അതിനെക്കുറിച്ച് സമൂഹത്തിൽ വന്ന് പറയാനേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കാ? കാർത്തിക്കിന്. ഞാൻ അങ്ങനെയല്ല തൊട്ടത്, എൻ്റെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ട് മുട്ടിച്ചതാണ് എന്നൊക്കെ വന്നിട്ട് അയാൾക്ക് പറയായിരുന്നു. പക്ഷെ അതിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ ആത്മഹത്യയിലേക്ക് പോവുകയാണ് അയാൾ ചെയ്തത്. എന്നാൽ ഇവരൊക്കെ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഷമീഷ, ആ പുള്ളിക്കാരിയുടെ ഒറിജിനലായിട്ടുള്ള ID ഒന്നും പുറത്ത് വരാത്തത് കൊണ്ടോ അതിൻ്റെ ഫേസ് ഒന്നും കണ്ടുപിടിക്കാത്തത് കൊണ്ടോ ആ പുള്ളിക്കാരി രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെട്ട് എന്ന് പറയാനും വരട്ടെ, അതിൻ്റെ ഫേസ്ബുക്കിൻ്റെ അതിൻ്റെ ഏതോ ഒരു DP, അതിൻ്റെ യൂട്യൂബിൻ്റെ DP എടുത്തുകൊണ്ട് വന്നിട്ട് ആ പുള്ളിക്കാരിയെ കുറിച്ച് പറഞ്ഞതാണെങ്കിലോ അവൾ MDM ഏജൻ്റാണ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പൊതുസമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന, മാന്യതയോടുകൂടി ജീവിക്കുന്ന ഈ ആളുകളെ എല്ലാം കൊണ്ടുവന്ന് മീഡിയയിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ പ്രസൻറ്റ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. ഇനി ഇതല്ലാത്ത എത്രയോ കാര്യങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും പബ്ലിക്കാവാതെ കിടക്കുന്നുണ്ട്. കേവല പണത്തിന് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യുന്ന കുടുംബസ്ഥന്മാരായിട്ടുള്ള ആളുകളെ ഞാൻ ഭയങ്കര ഉമ്മറ ചെയ്യുന്ന ആളാണ്, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, ഞാൻ വിശ്വാസത്തിൻ്റെ അങ്ങേ തലക്കിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശരിക്ക് ഇപ്പം ഞാനൊക്കെ ഒരു ലൈവിൽ ചെന്ന് കയറുമ്പോൾ, ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ ഞാനിനി അങ്ങനെ ഒരാൾ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അതിൻ്റെ അകത്ത് കയറുകയൊന്നും ഇല്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരുത്തൻ്റെ മനസ്സിലുള്ളതാണ്. അവൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ബാങ്കിൻ്റെ സമയം കേൾക്കുമ്പോൾ വന്നിരുന്ന് ലൈവ് ചെയ്യുന്ന തള്ളമാരെ ഒന്നും വിശ്വാസഗണത്തിൽ കൂട്ടാനൊന്നും എന്നെക്കൊണ്ട് പറ്റൂല. അതുപോലെ തന്നെ ജുമുഅയുടെ സമയത്ത്, വെള്ളിയാഴ്ചകളിൽ ജുമുഅയുടെ സമയത്ത് തെരുവോരങ്ങളിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുന്ന ചെറ്റകളെയൊന്നും വിശ്വാസിയുടെ ഒരു തുമ്പത്ത് പോലും നിർത്താൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ വിശ്വാസത്തിനെ അളക്കുന്നത് വേറൊരു രീതിയിലാണ്. ഒരബദ്ധം നമുക്ക് ഒരു തവണയേ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ചെറ്റകൾക്ക് അവസരം ഞാൻ ഒരൊറ്റ തവണയെ കൊടുക്കുകയുള്ളൂ. അതായത് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് എന്നോട് കബളിപ്പിക്കൽ കാണിച്ച 3 വ്യക്തികളുണ്ടടേ, 3 വ്യക്തികൾ. ഈ 3 വ്യക്തികളെയും എൻ്റെ ജീവിതത്തിൻ്റെ 7 അയലത്ത് പോലും ഞാൻ കയറ്റൂല. അതെൻ്റെ സക്സസ്സാണ് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെങ്ങനെയാണ് ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നിങ്ങളെങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. കാരണം
എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തിക്ക് എന്നെ ചതിക്കാനുള്ള ഒരവസരം മാത്രമേ ഞാൻ കൊടുക്കൂ. ഇപ്പം രണ്ടാമതൊരവസരം അവർക്കില്ല. ഇനി അങ്ങനെ ഞാൻ ആർക്കെങ്കിലും രണ്ടാമതൊരവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും പ്രിയമുള്ള ആരെങ്കിലും ആയിരിക്കും. എനിക്ക് ഏറ്റവും ഞാൻ എൻ്റെ മനസ്സുകൊണ്ടവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അവിടെയും അവർ ചതി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അവർ ചതിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഓൺ ദി സ്പോട്ട് അവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എൻ്റെ സക്സസ്സാണ്. അതായത് എനിക്കിതുപോലത്തെ തീരുമാനങ്ങളെടുത്ത് എനിക്ക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇത്തരം ചെറ്റകളുടെ ഒന്നും കാരണങ്ങൾ എന്നെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫ് എപ്പോഴും സെക്യൂറായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. എൻ്റെ ലൈഫിനുള്ളിലേക്ക് കയറേണ്ടത് ആരാണ് എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പുറത്തു പോകേണ്ടവരെ ഞാൻ തൂക്കിയെടുത്ത് പുറത്തെറിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര രസകരമായി ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഇവിടെ ഇപ്പോൾ ആൻസിയുടെയൊക്കെ വിഷയം ഞാൻ പറയുന്ന സമയത്തും ആൻസി പെണ്ണിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് ഇതാണ്, അബദ്ധം പറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ആ അബദ്ധത്തിൽ നിന്ന് നമ്മൾ റിക്കവർ ആവുക. പിന്നെയും ചെന്നതിൽ ചാടി കൊടുക്കരുത്. ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കാരെ വേണമെങ്കിലും നശിപ്പിക്കാനും ആരെ വേണമെങ്കിലും കൊല്ലാനും പറ്റുന്ന ഒന്നാണ്. അതിലിതുപോലെ ഷിംജിതയുടെ വിഷയം പോലെ ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടതോ ഏതെങ്കിലും ഒന്ന് മാത്രമേ കിട്ടുകയുള്ളൂ ശിക്ഷിക്കപ്പെടുന്നതായിട്ട്. അതും ഇതുപോലെ ആത്മഹത്യ ചെയ്താൽ, ഒരാൾക്ക് നീതി കിട്ടണമെങ്കിൽ ആത്മഹത്യ ചെയ്താൽ, ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല. നമ്മൾ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ ഊരിപ്പോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ജീവിതങ്ങളുണ്ട്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളിൽ നമ്മൾ ഉള്ളിലേക്ക് കടത്തുന്ന ആളുകളെ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെയും സ്നേഹതീരത്തിൻ്റെയും ഐഷാ നേഹയുടെയും ഒക്കെ സൗഹൃദ ബന്ധത്തിൽ ഞങ്ങൾ യാതൊരു കാര്യവുമില്ലാത്ത കുറച്ച് ചവറ് ജന്തുക്കളെ ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ദുസ്സഹമായ കുറേയധികം കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഐഷാ നേഹ എനിക്ക് ഈ അടുത്തായിട്ട് കിട്ടിയ ഒരു സുഹൃത്താണ്. പക്ഷേ എങ്കിലും എൻ്റെ സൗഹൃദ ബന്ധത്തിൽ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് എൻ്റെ ഐഷാ നേഹയായിട്ടുള്ള സൗഹൃദം. അതുപോലെ തന്നെ ഈ സ്നേഹധീരവുമായിട്ടുള്ള സൗഹൃദം. ഞങ്ങളുടെ സൗഹൃദ ബന്ധത്തിലേക്ക് ഒരാവശ്യവുമില്ലാത്ത ഒരർഹതയുമില്ലാത്ത കുറച്ച് ജന്തുക്കളെ ഞാൻ വലിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദുസ്സഹമായ കുറേയധികം സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയിട്ടുള്ളത്. അത് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. മരണം വരെയും അവർക്ക് ഇനി ഒരിക്കലും എൻ്റെ സൗഹൃദ ബന്ധത്തിലേക്കോ എൻ്റെ ഈ സൗഹൃദ ബന്ധത്തിലേക്കോ ഞാനുമായി സൗഹൃദത്തിലുള്ള മറ്റാരുമായിട്ടോ ഇവർക്ക് കയറിക്കൂടാൻ സാധിക്കില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. അന്ന് എൻ്റെ സുഹൃത്തിനെയൊക്കെ വലിച്ച് ഇവരുടെ ലൂപ്പിലേക്ക് കൊണ്ടുപോയ സമയത്തും ഇദ്ദേഹം അപകടത്തിലാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സമയത്തും പിന്നാലെ നടന്ന് ഇദ്ദേഹത്തിനെ ഞാൻ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഐഷാ നേഹ അവിടെ കുടുങ്ങിപ്പോയ സമയത്തും അവളെ ഞാൻ ഊരിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ അതിൽ നിന്ന് വേരോടെ പറിച്ചുകൊണ്ട് ഞാൻ വരും എന്നുള്ളത്. സത്യമായിട്ടും ഞാൻ അതിനെ വേരോടെ പറിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. തൊടാൻ സമ്മതിച്ചില്ല. ഇത്തിക്കണ്ണി ജന്തുക്കളെ ഞാൻ പിഴുതെടുത്ത് കീടനാശിനിയൊക്കെ തളിച്ച് നല്ല ഫ്രഷായ മരങ്ങളായിട്ട് ഇവരെ ഞാൻ തഴച്ച് വളർത്തി എൻ്റെ കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യത്തിലും നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ മൂന്നാമതൊരാളെ കയറ്റുമ്പോൾ അവരെപ്പോഴും നന്മയുള്ളവരായിരിക്കണം. നന്മയുണ്ട് എന്ന് അവർ വരുത്തി തീർക്കും. പക്ഷെ അവർ ശരിക്കും അവരുടെ ഉള്ളിൽ ഒരല്പം പോലും നന്മയുടെ ഒരു ശകലം പോലും അവശേഷിക്കുന്നവരായിരിക്കില്ല. എൻ്റെ ഈ വാക്ക് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ ബന്ധങ്ങളിലേക്ക്
ഒരർഹതയും ആവശ്യവും ഇല്ലാത്ത ആളുകളെ ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന ചില കാര്യമുണ്ട്. അവരെ ഒഴിവാക്കൂ. ആരെ? ഇത്രയും വർഷം നമ്മൾ സൗഹൃദമായിട്ടിരുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മൾ പ്രഷ്യസ് ആണ് എന്ന് കരുതുന്ന ആളുകളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകുന്ന ആളുകളെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്ന ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്നവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്ന സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായിട്ടുള്ള, നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ സ്നേഹിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ബന്ധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മറ്റൊരു സുഹൃത്തിനെ തേടുമ്പോൾ ആ സുഹൃത്ത് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര ഉമ്മയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞും കൊണ്ടെടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നിട്ട് അവസാനം സ്വന്തം കുടുംബജീവിതം തകർക്കാൻ വീട്ടിൻ്റെ അകം വരെ കയറിപ്പോയി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേയധികം ഈ സ്നേഹതീരത്തിൻ്റെയോ ഇവരുടെ ഒന്നും കാര്യമല്ല, അല്ലാതെയും ഞാൻ പറയുന്നത്, നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിലേക്ക് യാതൊരു കാര്യവുമില്ലാതെ മറ്റൊരാളെ, മൂന്നാമതൊരാളെ കയറ്റുന്നതോടുകൂടി അവിടെ ചില ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ചെറിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാകും. അതൊരു പക്ഷേ പിന്നീട് സൂയിസൈഡ് പോയിൻ്റ് വരെയൊക്കെ ചെന്നെത്തുന്ന തരത്തിൽ അത് വളർന്നേക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയാണോ കയറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ പിന്നാലെയുണ്ട് പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള അപമാനങ്ങൾ നമ്മുടെ പിന്നാലെയുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. യാതൊരു ശിക്ഷയും കിട്ടാതെ ഇന്നും അവർ അഴിഞ്ഞാടിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിലൂടെ തന്നെ ജീവിച്ച് വരുന്നുണ്ട്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സൗഹൃദം, നിങ്ങളുടെ ബന്ധങ്ങൾ അത് നിങ്ങൾക്കാണ് പ്രിയമുള്ളത്. അല്ലാതെ നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സമ്പത്ത് ലക്ഷ്യം വയ്ക്കുന്ന ആളുകളല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക.